കീമിൻ്റെ തേർഡ് അലോട്ട്മെൻറ്റ് നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നേരത്തെ നമുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രൊവിഷണൽ ആയിരുന്നു. ഇനി അടുത്തതായിട്ട് എന്ത് ചെയ്യണം എന്നുള്ള ഡൗട്ട്സുകൾ വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കും. നിങ്ങൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഓൾറെഡി അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥി ആണെങ്കിൽ നിങ്ങൾ തേർഡിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ അവിടെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു സെക്കൻഡിലെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നുണ്ടായിരിക്കും. അത് കോളേജിന് ബന്ധപ്പെട്ടാൽ മതി. ഓക്കെ, അത് റൂളാണ്. അടുത്തൊരു കാര്യം ഫീസിൻ്റെ ആണ്. ഫീസ് ഒന്നെങ്കിൽ ഓട്ടോമാറ്റിക്കലി അടുത്ത കോളേജിലേക്ക് ട്രാൻസ്ഫർ ആകുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എമൗണ്ട് കളക്ട് ചെയ്യാവുന്നതാണ്. കോളേജിൽ കണക്ട് ചെയ്തതിന് ശേഷം അത് നിങ്ങൾക്ക് എന്താണ് ചെയ്യണമെന്നുള്ളത് കോളേജുകാരെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് ഫീസ് കിട്ടുന്നുണ്ടായിരിക്കും. അത് നിങ്ങളുടെ പൈസ ഒന്നും നഷ്ടപ്പെടുത്തൊന്നുമില്ല പുതിയ അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ ചില കേസുകളിൽ നമ്മൾ ചിലപ്പോൾ ഈ പറഞ്ഞ തൊട്ട് നമ്മൾ ഫീസ് അടച്ചത് തിരിച്ചു കിട്ടാൻ വേണ്ടി ഒരു ടൈം പീരീഡ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ചിലപ്പം ഫണ്ട് എവിടെയെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്ത് തേർഡിൽ നമ്മൾ കിട്ടിയിട്ടുള്ള കോളേജിൽ അടയ്ക്കേണ്ടി വരും. എന്നിരുന്നാലും നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് നഷ്ടമാകത്തില്ല. നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, പിന്നെ അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് തേർഡ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, പുതിയ അഡ്മിഷൻ കിട്ടുമ്പോൾ നിങ്ങൾ ആ കോളേജിൽ എത്ര രൂപയാണ് അടയ്ക്കേണ്ടതെന്നുള്ള വിളിച്ചന്വേഷിക്കുക. കാരണം നമുക്ക് ട്യൂഷൻ ഫീ മാത്രമായിരിക്കത്തില്ല, എക്സ്ട്രാ കുറേ PDF ഫണ്ട് അത് ഇതെന്നൊക്കെ പറഞ്ഞ് കുറേ ചാർജുകൾ കാണും. അതൊക്കെ അന്വേഷിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായ രീതിയിൽ ഫണ്ട് അറേഞ്ച് ചെയ്യേണ്ടത്. കാരണം നമുക്ക് നിപ്പിലൊക്കെ പൈസ അറേഞ്ച് ചെയ്യുന്നത് പലപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഗവൺമെൻറ് കോളേജ് അല്ലെങ്കിൽ നല്ല ടാസ്ക് ആയിരിക്കും. ഈവൻ IHRD ആണെങ്കിലും കേപ്പ് കോളേജസ് ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്. ഇയർലി ഫീസാണല്ലോ നമ്മൾ അടയ്ക്കുന്നുണ്ടായിരിക്കുക. അതിനോട് എക്സ്ട്രാ കുറച്ച് എമൗണ്ടുകൾ വരുമ്പോൾ അത് അത്യാവശ്യം നല്ലൊരു എമൗണ്ടായിട്ട് മാറുന്നുണ്ട്. പ്രൈവറ്റിലാണെങ്കിൽ കുറച്ചുകൂടി അധികം വരുന്നുണ്ടായിരിക്കും. ഓക്കെ, പിന്നെ ഒന്നും കിട്ടാത്ത വിദ്യാർത്ഥികൾ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഇനിയുള്ള ഹോപ്പ് എന്ന് പറഞ്ഞാൽ സ്പോട്ട് അലോട്ട്മെൻ്റ് ആണ്. ചില വർഷങ്ങളിൽ സ്ട്രേ അല്ലെങ്കിൽ മോക്കപ്പ് നടക്കാറുണ്ട്. ഞാൻ ഇതിൻ്റെ ഡിഫറൻസ് കാര്യങ്ങളൊക്കെ നമ്മുടെ പേജിൽ ചെയ്തിട്ടുണ്ട്, നോക്കാവുന്നതാണ്. ഓക്കെ, ചില വർഷങ്ങളിൽ ഈ തേർഡ് അലോട്ട്മെൻറ്റ് തന്നെയാണ് സ്ട്രേ അല്ലെങ്കിൽ മോക്കപ്പായിട്ട് നടക്കാറുള്ളത്. അതായത് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇത് ഒറ്റ അലോട്ട്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. എന്നിട്ട് ഫർദർ വേക്കൻ്റ് ആയിട്ടുള്ള സീറ്റുകൾ സ്പോട്ടിൽ ഫില്ല് ചെയ്യും. അപ്പോൾ സ്പോട്ട് നിങ്ങൾക്ക് പുതിയ ഓപ്ഷൻസ് ഒക്കെ കൊടുക്കുക. അത് വേക്കൻറ്റ് സീറ്റുകളുടെ അടിസ്ഥാനത്തിൽ പറയും എങ്ങനെയാണ് പരിപാടികൾ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പ്രതീക്ഷ വെക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് വെക്കാവുന്നതാണ്. കാരണം സ്പോട്ടിൽ വിദ്യാർത്ഥികൾ കിട്ടാറുണ്ട്. കാരണം ഇനിയും ഈ പറഞ്ഞുകൊണ്ട് ഡ്രോപ്പ് ചെയ്യുന്ന വിദ്യാർത്ഥികളൊക്കെ കാണും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്യുക. പിന്നെ ഇപ്പോൾ ഓൾറെഡി കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ പറഞ്ഞിട്ട് സ്പോട്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പക്ഷേ ഈ പ്രൈവറ്റ് കോളേജുകൾ, സെൽഫ് ഫിനാൻസിങ് കോളേജുകളൊക്കെ നോൺ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് NOC കൊടുക്കാറില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ പലപ്പോഴും അവരൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാറില്ല. കാരണം NOC കിട്ടിയില്ലെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ, അതായത് നിങ്ങൾക്ക് പോയി സ്പോട്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ ഉള്ളതും കൂടി പോകുന്നൊരു പരിപാടിയാണ് അതൊക്കെ. അപ്പോൾ അങ്ങനത്തെ റിസ്ക് ഒന്നും ആരും എടുക്കാറില്ല. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടുക. നമുക്ക് ഫർദർ കാര്യങ്ങളൊക്കെ വരുന്ന വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.